ഇന്ത്യയുടെ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ്. അതെ, അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന K5 ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിനായുള്ള ഉയർന്ന സ്റ്റാറ്റിക് പരീക്ഷണത്തിന് വിജയകരമായ ഒരു സമാപനം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയാണ്. 2025 സെപ്റ്റംബർ 12-ന് നാസിക്കിലെ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ എനർജറ്റിക് മെറ്റീരിയൽസിൽ നിന്ന് നടത്തിയ പരീക്ഷണമാണ് സമാപിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ അണ്ടർ വാട്ടർ പ്രതിരോധ നില വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത 10 ടൺ ക്ലാസ് പവർ ഹൗസ് ആയ പ്രൊജക്ട് K5 സ്റ്റേജ് 2 റോക്കറ്റ് മോട്ടോറിന്റെ പ്രകടനത്തെയാണ് ഇപ്പോൾ സാധൂകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന അരിഹന്ത് ക്ലാസ് ആണവ അന്തർവാഹിനി ആയുധ ശേഖരത്തിന്റെ ഭാഗമായ K5 SLBM തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഒരു മുന്നേറ്റമാണ്. ഇപ്പോഴത്തെ ഈ പരീക്ഷണം എന്ന് പറയുന്നത് DRDOയുടെ ഒരു കഴിവ് മാത്രമല്ല കാണിക്കുന്നത്. 50 ടൺ ഭാരമുള്ള വലിയ ക്ലാസ് മോട്ടോറുകളിലേക്ക് വികസിപ്പിക്കുന്നതിനുള്ള DRDO ഇപ്പോൾ വേദിയൊരുക്കിയിരിക്കുകയുമാണ്. ചലനാത്മകമായ ഒരു ഭൂരാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ രാജ്യത്തിന്റെ സെക്കൻഡ് സ്ട്രൈക്ക് കഴിവുകളാണ് ഇതുമൂലം ശക്തിപ്പെടുത്തുന്നത്. സ്റ്റേജ് 2 റോക്കറ്റ് മോട്ടോർ ആയിരുന്നു പരീക്ഷണത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. വെള്ളത്തിനടിയിലുള്ള വിക്ഷേപണങ്ങളിൽ മികച്ച ത്രസ്റ്റും വിശ്വാസ്യതയും നൽകുന്നതിനായി അത്യാധുനിക വസ്തുക്കൾ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തതാണ് ഈ മോട്ടോർ. 1700 കാർബൺ ഫൈബറും എപ്പോഫൈൻ റെസിനും ഉപയോഗിച്ച് ശക്തിപ്പെടുത്തിയ ഭാരം കുറഞ്ഞ സംയോജിത കേസിംഗ് ആണ് ഈ മോട്ടോറിന്റെ സവിശേഷത. ഇത് SLBM ആപ്ലിക്കേഷനുകൾക്ക് നിർണായകമായ ശക്തിഭാര അനുപാതങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നു. 2680 mm നീളവും 2400 mm വ്യാസവുമുള്ള ഇത് നൂതനവും കാര്യക്ഷമവുമായ ഒരു പ്രൊപ്പലന്റ് ഗ്രെയിൻ കോൺഫിഗറേഷൻ ആയിട്ടാണ് കാണുന്നത്. കര വായു അധിഷ്ഠിത ഡെലിവറി സംവിധാനങ്ങളെ ശക്തമായ കടൽ അധിഷ്ഠിത ഓപ്ഷനുകളുമാക്കി പൂരകമാക്കുന്ന വിശ്വസനീയമായ ഒരു ആണവ ട്രയാഡ് എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിന്റെ ഒരു മൂലക്കല്ലാണ് K5 പ്രോഗ്രാം. 5000 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള SLBM പ്രാദേശിക ഭീഷണികൾക്കെതിരെ അതിജീവിക്കാവുന്ന പ്രതിരോധം നൽകാൻ ലക്ഷ്യമിടുന്നു. സ്റ്റേജ് 2 മോട്ടോറിന്റെ സാധൂകരണം പ്രത്യേകിച്ചും നിർണായകമാണ്. കാരണം ഇത് അന്തർവാഹിനി വിക്ഷേപണങ്ങൾക്ക് മാത്രമുള്ള പ്രൊപ്പൽഷൻ വെല്ലുവിളികളെ, അതായത് ഉയർന്ന മർദ്ദം, താപസമ്മർദ്ദം, രഹസ്യവും വേഗത്തിലുള്ളതുമായ വിന്യാസത്തിന്റെ ആവശ്യകത എന്നിവയെ അഭിസംബോധന ചെയ്യുന്നു. ഇപ്പോൾ ഈ വിജയത്തെ വിദഗ്ധർ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടാണ് കാണുന്നത്. ഈ KL5 SLBM സ്റ്റേജ് 2 റോക്കറ്റ് മോട്ടോറിന്റെ സ്റ്റാറ്റിക് പരീക്ഷണം എന്തായാലും DRDO ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ തദ്ദേശീയ ആയുധ പദ്ധതിയിലെ ഒരു നിർണായക നാഴികക്കല്ലായി അടയാളപ്പെടുത്തുന്ന ആസ്ട്ര മാർക്ക് 2ന്റെ ലിമിറ്റഡ് സീരീസ് പ്രൊഡക്ഷൻ അടുത്ത വർഷം ആരംഭിക്കാൻ ഇന്ത്യയുടെ DRDO ഒരുങ്ങിയിരിക്കുകയാണ്. ഏകദേശം 160 മുതൽ 200 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ആസ്ട്ര മാർക്ക് 2 2027-28 പൂർണ്ണ തോതിലുള്ള ഉൽപാദനത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. ദീർഘദൂര മിസൈൽ മേഖലയിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കും വിദേശ വ്യോമസേനകൾക്കും ഒരു മത്സരാധിഷ്ഠിത ബദലാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു പുതിയ അവസരമാണ്. ഇന്ത്യൻ വ്യോമസേന ഇതിനകം തന്നെ ആസ്ട്ര മാർക്ക് 1 പ്രവർത്തിപ്പിക്കുന്നുണ്ട്. 110 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആസ്ട്ര മാർക്ക് 2 എന്ന് പറയുന്നത് ഒരു ഡ്യുവൽ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടോറും ഗണ്യമായി കൂടുതൽ ദൂരങ്ങളിലും ഉയർന്ന ഉയരങ്ങളിലുമുള്ള ലക്ഷ്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നൂതന സീക്കർ സാങ്കേതിക വിദ്യയും ഇത് അവതരിപ്പിക്കുന്നുണ്ട്. അതായത് യൂറോപ്പിന്റെ മെറ്റിയർ പോലുള്ള പാശ്ചാത്യ സംവിധാനങ്ങളോട് കടപിടിക്കത്തക്ക രീതിയിലാണ് ആസ്ട്ര മാർക്ക് 2 എത്തുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഈ ആസ്ട്ര മാർക്ക് 2വിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ പ്രകടനം മാത്രമല്ല, ഇതിന്റെ അന്താരാഷ്ട്ര താല്പര്യമാണ്. അതായത് സുഖോയ് 30 ഫ്ലാങ്കർ കുടുംബത്തിലെ യുദ്ധ വിമാനങ്ങളുടെ ഓപ്പറേറ്റർമാർക്കിടയിൽ ഉയർന്നു വരുന്ന ഒരു അന്താരാഷ്ട്ര താല്പര്യമാണ് ഈ ആസ്ട്ര മാർക്ക് 2 എന്ന് പറയുന്നത്. മലേഷ്യ, വിയറ്റ്നാം, അൾജീരിയ തുടങ്ങിയ സുഖോയ് 30 പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുടെ ആസ്ട്ര മാർക്ക് 2 പ്രോഗ്രാമിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുമുണ്ട്. പല രാജ്യങ്ങളെയും സുഖോയ് 30 ഓപ്പറേറ്റർമാർ ഇപ്പോഴും റഷ്യയുടെ പരമ്പരാഗതമായ R-77 മിസൈലുകളെയാണ് ആശ്രയിക്കുന്നത്. ഒപ്റ്റിമൽ സാഹചര്യങ്ങൾ പരമാവധി 80 കിലോമീറ്ററിൽ താഴെ ദൂരം ഇവയ്ക്ക് പറക്കാൻ കഴിയും. എന്നാൽ ഈ R-37M അല്ലെങ്കിൽ K-77M പോലുള്ള അടുത്ത തലമുറ ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ എത്തിക്കാനുള്ള റഷ്യയുടെ കഴിവിനെ പറ്റി പല രാജ്യങ്ങളും ഇപ്പോൾ ആശങ്കയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ബദലായി ഇവരിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ആസ്ട്ര മാർക്ക് 2വിനെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ ആസ്ട്ര മാർക്ക് 2 മിസൈൽ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് മറ്റൊരു ഉത്തേജനമാണിത്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.